പുന്നാരക്കൽബിള എല്ലാവർക്കും സുഖമാണല്ലോ. എന്താണ് വിശേഷം? നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നല്ല മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. ഒന്നും പറയണ്ട കേട്ടോ, റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയ ഒരു ദിവസമായിരുന്നു. ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരവസ്ഥയിൽ കൈ പിടിച്ചിരുന്നെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം നല്ല രീതിക്ക് ഉള്ള മഴയും മണ്ണിടിച്ചിലും കാരണം റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി. അതിൽ നിന്ന് നമുക്ക് പോകാനുള്ള ഒരു കംപ്ലീറ്റ്, അതായത് മെയിൻ റോഡ് കംപ്ലീറ്റ് അടഞ്ഞ് പിന്നെ ഇട റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രണ്ട് സൈഡിലും അതായത് നമ്മളിങ്ങനെ സെൻറ്ററിൽ കൂടെ പോകുന്നത്, ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നല്ല റോഡാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം എല്ലാവരും പ്രാർത്ഥിച്ചാണ് വേണമെങ്കിൽ ഇരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് അങ്ങനെയുള്ളൊരു റോഡായിരുന്നു. അതായത് രണ്ട് സൈഡിലും കൊക്ക, നല്ല ആഴത്തിലുള്ള കൊക്കയും കാര്യങ്ങളും, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വണ്ടിക്ക് പോകാൻ മാത്രം ഇതുള്ള ഒരു റോഡുമായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു റോഡ് വഴി രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓരോ വണ്ടി ഇങ്ങനെ കടത്തി വിടുന്നതിനനുസരിച്ച് ഭയങ്കര, അതായത് നമ്മളിപ്പം ഒരു 2 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം ഫുള്ള് കിടന്നിട്ടാണ് എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയ്ക്ക് ആ റോഡിൻ്റെ ഒരവസ്ഥ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം നമുക്കത് വീഡിയോ എടുക്കാനെന്നുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു ആ ടൈമിന്, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. നമ്മൾ രാത്രി ഏകദേശം 10 മണിയോടെയാണ് ഡൽഹിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു 8 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പ്ലേസിലെത്തി. അവിടെ നിന്ന് നമുക്ക് ഒരു വണ്ടിയും പോവാതെ, മണ്ണിടിച്ചിൽ കാരണം ഒരു വണ്ടിയും വിടാതെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടല്ല, കുറഞ്ഞത് 2 മണിക്കൂറിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. 2 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നമുക്ക് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എല്ലാ ആൾക്കാരും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം മാത്രമാണ് നമ്മൾ, അതായത് വണ്ടി പോവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പോയതും ഇല്ല. ഞങ്ങൾക്ക് അവസാനം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ വന്നപ്പോഴത്തേക്കാണ് അവർ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാം, അതിലോട്ട് നമ്മൾ കൊടുത്ത പൈസ പോയി, നമ്മൾ വീണ്ടും പേയ്മെൻ്റ് എടുത്ത് വേറെ വണ്ടി അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മൾ ഏകദേശം ഒരു 10,000 രൂപയോളം കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ആ ബസ്സിൽ പകുതി ആയപ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് യാത്ര ചെയ്യാൻ പറ്റിയില്ല. പകരം നമ്മുടെ ഇവിടുത്തെ ചക്കട വണ്ടി പോലത്തെ ഒരു വണ്ടിയായിരുന്നു കേട്ടോ കിട്ടിയത്. ഇവിടുത്തെ ലോക്കൽ ഓട്ടത്തിനൊക്കെ യൂസ് ചെയ്യും പോലത്തെ ഒരു വണ്ടി. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കരുതിയത് നമ്മൾ മാത്രമേ അതിൽ കാണുള്ളൂ, നമ്മുടെ ഫാമിലി മാത്രമേ കാണുള്ളൂ എന്നാണ്. പക്ഷേ കുറേ ഹിന്ദിക്കാരും, അതായത് അങ്ങോട്ട് പോകാനുള്ള ആൾക്കാരെ കംപ്ലീറ്റ് അവർ അതിനകത്ത് ഫുള്ളാക്കിയിട്ടാണ് അവർ ആ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെ കയ്യിൽ നിന്നും ഏകദേശം നല്ല പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ റോഡ് നോക്കുമ്പോഴത്തേക്ക് അവർ വാങ്ങിച്ചതിൽ വലിയൊരു എമൗണ്ട് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല ആദ്യം കയറിയ വണ്ടിയിൽ നമുക്ക് ഇറങ്ങേണ്ടി വന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു ഇത് വെള്ളത്തിൻ്റെയൊക്കെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മഴയും ഇതുമൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഒരു കളറിൽ പോകുന്നതെന്ന് വെള്ളം. അല്ലെങ്കിൽ എന്താ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി, എന്താ നമുക്ക് കണ്ട് നിൽക്കാൻ തോന്നുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. നമ്മളാ ഫുഡ് വാങ്ങിച്ചിട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്നും പറയണ്ട. നമുക്ക് ഈ ഒരു ദിവസം നമുക്ക് ഫുഡൊന്നും നന്നായിട്ട് കഴിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ആകെപ്പാടെ ഒരു ഇതായിരുന്നു. എന്തിനു പറയുന്നു, വെള്ളം പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു. ആ ഒരു റോഡ് കയറിയപ്പോൾ പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു, അതായത് ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല. കാട്ടുവഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നതായിരുന്നു കേട്ടോ. അത്രയ്ക്ക് അങ്ങനെ ഒരു വഴി കൂടെയാണ് നമ്മൾ പോയത്. പക്ഷേ ആ വഴിയുടെ വീഡിയോ ഒന്നും നമ്മൾ ആരും എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിക്ക് നമ്മൾ ടെൻഷൻ അടിച്ചും പേടിച്ചും ഒക്കെയാണ് ഇരുന്നത്. കാരണം വണ്ടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു. അവർ വണ്ടിക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറേ ദൂരം വന്നിട്ടാണ് നമ്മൾ ഈ പോകുന്ന റോഡ് കുറേ ദൂരം വന്നിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് ഈ ഒരു വനത്തിനകത്തോടുള്ള ഒരു റോഡേ കയറുന്നത്. അപ്പോൾ അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ലോഡ് കയറി വരുന്ന വണ്ടികളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടൈം എടുത്തത്. ഓരോ വണ്ടി നൂല് പോലെ വെച്ചിട്ടാണ് ഇങ്ങനെ നീങ്ങി പോകുന്നത്. അപ്പോൾ അത്രയും റിസ്ക്കിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ കാണുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്, നല്ല രസമാണ്. പക്ഷേ ആ യഥാർത്ഥ അതിൻ്റെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റിൽ കൂടെയാണ് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അടിപൊളിയാണ് ഈ സ്ഥലം കാര്യങ്ങളും ഒക്കെ. പിന്നെ എപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്, അതറിയാം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ് ഉമ്മായും പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്,
ഞങ്ങൾ പോയപ്പോഴും അതുപോലെ ആയിരുന്നു ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിലല്ലേ അത്. ഇപ്പം ഈ പാറകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ പൊട്ടിക്കിടക്കുന്നത്, മണ്ണിടിഞ്ഞ് വീണ് മുകളിൽ നിന്ന് വന്ന് വീണ് കിടക്കുന്നതാണേ. റോഡില്ല, കാണുന്നുണ്ടാവുമല്ലോ അപ്പുറത്തെ സൈഡില്ല, ആ കണ്ടീഷനിലാണ് പോകുന്നത്. കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരിത് തോന്നും. അപ്പോൾ അതാ അങ്ങനെയുള്ളൊരിതിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. അവിടെ ഇതുപോലെ ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നു. ഇനി ഈ വണ്ടികൾ മൊത്തം പോയതിന് ശേഷം വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ദാ ഈ ഒരു വ്യൂ നോക്കിയേ, എന്തൊരു ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. 7:30 മണിയായിട്ടും അതായത് നമുക്ക് പുറത്ത് നല്ല വെട്ടമായിരുന്നു, അതായത് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു ഷോപ്പ് കണ്ടപ്പോൾ, ഒരു കുഞ്ഞ് തട്ടുകട പോലത്തെ ഒരു കട കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു കേട്ടോ, ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതാ ബിസ്ക്കറ്റ് മേടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എവിടെ നിന്ന് വാങ്ങിക്കാനോ കഴിക്കാനോ ഒന്നും തോന്നിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ റൂമിലെത്തി വന്ന് ഫ്രഷ് ആവാനായിട്ട് പോകുന്നു. പക്ഷേ വല്ലതാ കഴിക്കുകയും വേണം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വല്ലതാ കഴിക്കുക, അതിനുശേഷം ഫ്രഷായിട്ട് കിടന്നുറങ്ങുക. കാരണം അത്രയ്ക്ക് ടയേർഡാണ്, നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട്. രാത്രി ഏകദേശം 1 മണിയായി. പിള്ളേർക്ക് ബിസ്ക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വെച്ച്, ബിസ്ക്കറ്റ്, കേക്ക്, വെള്ളം അതൊക്കെ വെച്ചിട്ട് പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. വലിയവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഒരു സ്ഥലം ഫുഡ് കഴിക്കാൻ കണ്ടാലല്ലേ കയറി കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലവും അവിടെ ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. എനിക്ക് ജലദോഷത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉള്ളതാണ് കേട്ടോ. ചില സമയത്ത് എൻ്റെ മൂക്കടഞ്ഞു പോകുന്നതും അതുകൊണ്ടാണ്, ആ വോയിസിലൊരു ഇത് വരുന്നത്, ഡിഫറൻസ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ബ്രദറൊക്കെ പോയേക്കുന്നു. ഇവിടെ നമ്മൾ കറക്റ്റ് മണാലിയിലെത്തി, റൂം എടുത്ത്. അപ്പം എൻ്റെ മോനും ഞാനും ലഗേജും ഒക്കെ എടുത്ത് റൂമിൽ വന്ന് ഇക്കായും ബാക്കിയുള്ളവരും കൂടെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അവർ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇന്ന് പോകാനായിട്ട് ഞങ്ങളിവിടെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.